രാത്രി 1:03 കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ എല്ലാ ദിവസവും ഒരേ സമയത്ത് ഒരു വീട്ടിലെ ലാൻഡ് ഫോൺ മുഴങ്ങും. ഫോൺ എടുക്കുന്നവൻ അടുത്ത ദിവസം മരിക്കും. പാലക്കാട് ജില്ലയിലെ പഴയ ഒരു വീട്ടിൽ താമസിച്ചിരുന്നത് രാഘവൻ മാസ്റ്ററായിരുന്നു. ഭാര്യ മരിച്ചു, മക്കൾ വിദേശത്ത്, വീട്ടിലൊറ്റയ്ക്ക്. ഗ്രാമത്തിൽ ആ വീടിനെക്കുറിച്ച് ഒരു വിചിത്ര കഥയുണ്ടായിരുന്നു. രാത്രി 1:03 ഫോൺ മുഴങ്ങിയാൽ എടുക്കരുത്. കാരണം ആ ഫോൺ വിളിക്കുന്നത് ജീവിച്ചിരിക്കുന്നയാളല്ല. രാഘവൻ മാസ്റ്റർ ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഒരു രാത്രി കനത്ത മഴ, കരന്റ് പോയി. പഴയ മതിൽ ഘടികാരം 1:03 അടിച്ചപ്പോൾ ട്രിങ് 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 വീട്ടിലെ പഴയ ലാൻഡ് ഫോൺ മുഴങ്ങി. ആദ്യം അവൻ പേടിച്ചില്ല, പക്ഷേ ഫോൺ തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടിരുന്നു. അവസാനം അവൻ എടുത്തു. ഹലോ. അപ്പുറം ചില സെക്കൻഡ് നിശ്ശബ്ദം. ശേഷം ഒരു സ്ത്രീയുടെ ശബ്ദം. മുകളിലുള്ള മുറി തുറക്കരുത്. ഫോൺ കട്ടായി. രാഘവൻ മാസ്റ്റർ അസ്വസ്ഥനായി. കാരണം ആ വീട്ടിന്റെ മുകളിൽ ഒരു മുറിയുണ്ടായിരുന്നു, വർഷങ്ങളായി പൂട്ടിയിട്ടത്. അത് ഭാര്യ മരിച്ച ശേഷം തുറന്നിട്ടില്ല. അന്നു രാത്രി ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല. പുലർച്ചെ ഗ്രാമത്തിലെ ചായക്കടയിൽ പോയപ്പോൾ ഒരു വാർത്ത കേട്ടു. കഴിഞ്ഞ ആഴ്ച ഇതേ വീട്ടിൽ കരണ്ട് ജോലിക്കായി വന്ന ഇലക്ട്രീഷ്യൻ രാത്രി ഫോൺ എടുത്ത ശേഷം അടുത്ത ദിവസം കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ രാഘവൻ മാസ്റ്ററിന് പേടി തുടങ്ങി. ആ രാത്രി വീണ്ടും 1:03 ട്രിങ് ട്രിങ്. ഈ തവണ ഫോൺ എടുത്തില്ല, പക്ഷെ മുകളിൽ നിന്ന് ശബ്ദം കേട്ടു. ടക് ടക് ടക്. ആരോ മുകളിലെ പൂട്ടിയ മുറിക്കുള്ളിൽ നടക്കുന്നു. അവൻ ടോർച്ചെടുത്ത് പതുക്കെ മുകളിലേക്ക് കയറി. മുറിയുടെ മുന്നിലെത്തിയപ്പോൾ അകത്തു നിന്നൊരു സ്ത്രീ കരയുന്ന ശബ്ദം. ദയവായി വാതിൽ തുറക്കരുത്. പക്ഷേ അതേസമയം മറ്റൊരു ശബ്ദം. ഇത് പുരുഷ ശബ്ദം. തുറക്കൂ. രാഘവൻ മാസ്റ്റർ വിറച്ചു. കാരണം ആ ശബ്ദം അവന്റെ സ്വന്തം ശബ്ദമായിരുന്നു. അവൻ പിന്നോട്ടു മാറാൻ നോക്കി, പക്ഷേ വാതിൽ സ്വയം തുറന്നു. അകത്ത് പൊടി പിടിച്ച പഴയ മുറി, ഭിത്തിയിൽ പഴയ ഫോട്ടോകൾ, മുറിയുടെ നടുവിലൊരു കസേര, അതിലാരോ ഇരിക്കുന്നു. ടോർച്ച് വെളിച്ചം മുഖത്ത് വീണപ്പോൾ രാഘവൻ മാസ്റ്റർ തന്നെ. അതേ മുഖം, അതേ വസ്ത്രം, പക്ഷേ കണ്ണുകൾ മുഴുവൻ കറുപ്പ്. കസേരയിലിരുന്നയാൾ പതുക്കെ ചിരിച്ചു. ഞാൻ ഈ മുറി ഒരിക്കൽ തുറന്നിരുന്നു. ഇപ്പോൾ നിന്റെ ടേൺ. അടുത്ത നിമിഷം ടോർച്ച് ഓഫായി. താഴെ ലാൻഡ് ഫോൺ വീണ്ടും മുഴങ്ങി. ട്രിങ് ട്രിങ്. പുലർച്ചെ ഗ്രാമക്കാർ വീട്ടിൽ കയറിയപ്പോൾ രാഘവൻ മാസ്റ്ററെ കണ്ടില്ല. പക്ഷേ മുകളിൽ മുറിയിൽ ഒരു പുതിയ ഫോട്ടോ ഉണ്ടായിരുന്നു. ചുമരിൽ തൂങ്ങിയ ആ ഫോട്ടോയിൽ കസേരയിലിരുന്ന് ചിരിക്കുന്ന രാഘവൻ മാസ്റ്റർ. അവന്റെ കണ്ണുകൾ മുഴുവൻ കറുപ്പ്. ആ ദിവസത്തിനു ശേഷം രാത്രി 1:03 ആ വീട്ടിലെ ഫോൺ ഇന്നും മുഴങ്ങുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇതുപോലുള്ള കൂടുതൽ മിസ്റ്റീരിയസ് ഹൊറർ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.